നമസ്കാരം. കട്ടപ്പനയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെട്ട കാറിനൊപ്പം ഭാര്യ ഉപേക്ഷിച്ച് ഭർത്താവ് കടന്നു കളഞ്ഞു എന്നാണ് ഇന്നലെ പുറത്തു വന്ന വാർത്ത. എന്നാൽ ഈ വാർത്തയിൽ ഇപ്പോൾ പല വിധത്തിലുള്ള ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഇരുവരും ഒരുമിച്ച് ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചിരുന്നവരാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനിടെ കാറിനുള്ളിൽ വെച്ച് തർക്കമുണ്ടായി കാർ അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നാണ് യുവതിയുടെ ലിവിംഗ് ടുഗദർകാരൻ നൽകിയ മൊഴി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. മൊഴിയിലെ വസ്തുതകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പുളിയൻമല കുട്ടിക്കാനം മലയോര ഹൈവേയിലെ ആലടി വളവിന് സമീപം ഇന്നലെ രാവിലെ 7ഓടെയാണ് അപകടമുണ്ടായത്. ആലടി ചെരുവിൽ സുരേഷ്, ഒപ്പമുണ്ടായിരുന്ന പാമ്പനാർ സ്വദേശിനി നവീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ച കാർ 20 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഉപേക്ഷിച്ച് സുരേഷ് സ്ഥലം വിട്ടു. കാർ ഇയാളുടേതാണെന്ന് കണ്ടെത്തിയ പോലീസ് വീട്ടിൽ നിന്ന് സുരേഷിനെ കസ്റ്റഡി എടുക്കുകയായിരുന്നു. സുരേഷും നവീനയും ഏതാനും മാസം മുൻപാണ് ഒരുമിച്ച് താമസിക്കാൻ ആരംഭിച്ചത്. അപകടത്തിൽപ്പെട്ട യുവതി ബോധരഹിതയായി കിടക്കുന്ന കാര്യം അതുവഴി വന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിനെ അറിയിച്ചത്. നവീനയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സുരേഷിന്റെ പരിക്ക് സാരമുള്ളതല്ല. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ആശുപത്രിയിൽ നിന്നും പറഞ്ഞയച്ചു. സ്റ്റേഷൻ പരിധി വിട്ടു പോകരുതെന്നായിരുന്നു നിർദ്ദേശം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട നവീന 1.5 മാസം മുമ്പാണ് സുരേഷിനൊപ്പം താമസമാക്കിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഗുളിക വിഴുങ്ങി നവീന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നുമാണ് സുരേഷ് പറഞ്ഞത്. സ്റ്റിയറിംഗിൽ പിടിച്ച് ബലമായി നവീന തിരിച്ചതാണ് കാർ താഴ്ചയിലേക്ക് മറിയാൻ കാരണമെന്നും ഇയാൾ മൊഴി നൽകി. എതിർദിശയിൽ നിന്നും വന്ന രീതിയിലാണ് കാർ കിടക്കുന്നത്. അതിനാൽ സുരേഷ് പറഞ്ഞത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. നവീനയ്ക്ക് ബോധം തെളിഞ്ഞ ശേഷം മൊഴിയെടുത്താൽ മാത്രം യഥാർത്ഥ വിവരം തെളിയൂ. സംഭവ സ്ഥലത്ത് നിന്നും സുരേഷ് എങ്ങനെ വീട്ടിലെത്തി, കാർ മറിച്ചതാണോ, മറിയുന്നതിന് മുമ്പ് സുരേഷ് രക്ഷപ്പെട്ടതാണോ തുടങ്ങിയ സംശയങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് പോലീസ് അറിയിച്ചു. നവീനയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം നടത്തും. സുരേഷ് സ്ഥിരം മദ്യപാനിയാണെന്നും അപകടമുണ്ടായപ്പോഴും ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു.